ആനകേറാമലമേലെ പാറ കയറ്റിയ രൂപത്തെ മണ്ണും ആലോകനും മറന്നതേയില്ല. പറയത്തി വെറ്റിട്ടവനെ ലോകം തമ്പുരാനെന്ന് വിളിച്ചു വണങ്ങിയപ്പോഴും ചരിത്രത്തെ വരിഞ്ഞു മുറിക്കിയ ഭ്രാന്തൻ ചങ്ങല അവനൊരു പേര് കൊടുത്തു: നാറാണത്ത് ഭ്രാന്തൻ. പണ്ഡിതനായ വരരുചിക്ക് വേലി കഴിക്കാൻ യോഗം ബ്രാഹ്മണത്തറവാട്ടിൽ വളർന്ന ഒരു പറയിപ്പെണ്ണിനെയായിരുന്നു പഞ്ചമി. വരരുചിക്ക് പഞ്ചമിയിൽ 12 കുട്ടികളുമായി. ഒരുവനൊഴികെ മറ്റെല്ലാവരെയും പ്രസവിച്ച നേരം തന്നെ വരരുചിയുടെ ഇച്ഛയെന്നോണം ഉപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട 5-മനായിരുന്നു നാറാണത്ത് മംഗലത്തെ നാരായണൻ എന്ന സാക്ഷാൽ നാറാണത്ത് തമ്പുരാൻ. അങ്ങനെ നാറാണത്ത് മംഗലം എന്ന ബ്രാഹ്മണ തറവാട്ടിൽ അവൻ ശൈശവകാലം പിന്നിട്ടു. അതോടൊപ്പം തന്നെ കൂടപ്പിറപ്പായി അവന്റെ കാലിൽ ഒരു മന്ദം വളർച്ച പ്രാപിച്ചു. എന്നാൽ യഥാർത്ഥ പരീക്ഷ അവന്റെ 10-ാം വയസ്സിൽ തിരുവേഗപ്പുറത്ത് വേദം പഠിക്കുന്ന സമയത്തായിരുന്നു. മനസ്സിന്റെ താളം പിഴച്ചു. അതോടെ സർവജ്ഞനാകാൻ ഇറങ്ങിത്തിരിച്ചവൻ മാലോകരുടെ മുന്നിൽ ഭ്രാന്തൻ എന്ന് മുദ്രകുത്തപ്പെട്ടു. പക്ഷെ ആ ഭ്രാന്തൻ കണ്ണുകളുടെ തീക്ഷ്ണതയിൽ അടിപതറിയത് അല്പപ്രാണിയായ മനുഷ്യർക്ക് മാത്രമായിരുന്നില്ല. അതാരെന്ന് നിങ്ങൾ അറിയും. പക്ഷെ കനവുകതയുടെ യാത്രയിൽ മലകൾ താണ്ടി ആ ചുടുകാട്ടിലേക്ക് ഞങ്ങൾക്കിനിയും സഞ്ചരിക്കേണ്ടതായുണ്ട്. കാത്തിരിക്കുക.